ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ചൈനീസ് ബിരിയാണിയാണ്. ഇതൊരു ചിക്കൻ ഫ്രൈഡ് റൈസ് ബിരിയാണിയാണ് കേട്ടോ. ഇത് എന്താന്ന് പറഞ്ഞാൽ ഫ്രൈഡ് റൈസിൻ്റെയും ചിക്കൻ ബിരിയാണിയുടെയും കൂടെ ഉള്ള ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. നമ്മൾ ഉണ്ടാക്കുന്ന രീതിയാണെങ്കിലും അതുപോലൊക്കെ തന്നെയാണ്, ഒരു ഫ്യൂഷൻ ടേസ്റ്റാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു പുതിയൊരു വെറൈറ്റി റെസിപ്പി തന്നെയായിരിക്കും ഇത്. അപ്പോൾ ഫ്രൈഡ് റൈസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും ബിരിയാണി ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും ഇത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു ചിക്കൻ ഞാൻ കഴുകി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. സാധാരണ നമ്മൾ ഫ്രൈഡ് റൈസാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ബോൺലെസ് ആക്കിയിട്ടൊക്കെയാണ് എടുക്കാറുള്ളത്. ഇത് നമ്മൾ ബോണോട് കൂടി തന്നെ ചിക്കൻ്റെ എല്ലാ പാർട്ടും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുനാരങ്ങ നീരാണ് ഒഴിക്കുന്നത്. ഞാൻ ഒരു ചെറുനാരങ്ങ മുഴുവനായിട്ട് പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരെടുത്തിട്ടുള്ളതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളിതിലേക്ക് തൈരൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ചെറുനാരങ്ങയുടെ പുളി അത്യാവശ്യം വേണം കേട്ടോ. അപ്പോൾ ഒരു നാരങ്ങയുടെ നീര് മുഴുവനായിട്ട് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് മസാലപ്പൊടികളൊന്നും ചേർക്കില്ല, കുരുമുളക് പൊടി മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി നമ്മുടെ വൈറ്റ് കുരുമുളക് പൊടിയാണെങ്കിൽ അതാണ് കൂടുതൽ നല്ലത് കേട്ടോ. അതില്ലെങ്കിൽ ഇതുപോലെ ബ്ലാക്ക് പെപ്പർ തന്നെ യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്നിച്ച് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അത് 1 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അധികം സ്പൈസി അല്ലാത്തൊരു ബിരിയാണിയാണിത്. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നല്ല എരിവ് കഴിക്കുന്നവരാണെങ്കിൽ 3-4 ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ പുളിയുടെ അളവും നിങ്ങൾ കൂട്ടി കൊടുക്കണം. എരിവിനനുസരിച്ചിട്ട് പുളിയും വേണം കേട്ടോ. കുരുമുളക് കൂട്ടുകയാണെങ്കിൽ ഒരു 1.5 ചെറുനാരങ്ങയുടെ നീരൊക്കെ എടുക്കുക. നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു 2 മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കാം. ഇനി ടൈമില്ല എന്തെങ്കിലും ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ മിനിമം വെക്കണം കേട്ടോ. ഇത് നമുക്ക് കുറച്ച് സമയം മാറ്റി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ആദ്യം ഇത് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് അടച്ചു വെക്കാം. ഇനി നമ്മൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ നെയ്യൊന്നും ചേർക്കണില്ല കേട്ടോ. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഭാഗം റെഡി ആകുമ്പോൾ നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ തിരിച്ച് മറിച്ചിട്ടിട്ട് 2 ഭാഗവും നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് നമ്മളിത് ചിക്കനെ കോരി മാറ്റണം. നമ്മൾ ഫ്രൈഡ് റൈസിലേക്കൊക്കെ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ അത്രയും കൂടുതലായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ഒരുപാട് അങ്ങോട്ട് മൊരിയേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഒരു ഭാഗം റെഡി ആയപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മറ്റേ ഭാഗം കൂടെ റെഡി ആവുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റൈസാണ് കേട്ടോ. ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിന്. അപ്പോൾ 2 ഭാഗവും റെഡി ആയിട്ടുണ്ട്. ഞാനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും. ഇനി ആ ഒരു ഓയിൽക്ക് തന്നെയാണ് ഞാൻ ഒരു ഉള്ളി അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. സാധാരണ ഫ്രൈഡ് റൈസിലേക്ക് നമ്മൾ ഉള്ളി ചേർക്കാറില്ലല്ലോ. അപ്പോൾ ഫ്രൈഡ് റൈസ് ബിരിയാണി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ സ്പ്രിംഗ് ഓണിയൻ്റെ ആ ഒരു വൈറ്റ് ഭാഗം കൂടെ അരിഞ്ഞതും കൂടെ ഈ ഉള്ളിയുടെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രീൻ ഭാഗം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ചേർക്കുന്നത്. ആ വെള്ള ഭാഗം നമ്മൾ അരിഞ്ഞിട്ട് ഉള്ളിയുടെ കൂടെ തന്നെ വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്നു വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇതിലേക്ക് ഉള്ളി ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല കേട്ടോ. അതുപോലെ ഉള്ളി പൊരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഒരു 2 തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് 2 എടുത്തിട്ടുള്ളത്. വലിയ തക്കാളി ആണെങ്കിൽ 1 തക്കാളി മതി. ഒരുപാട് പുളിപ്പൊന്നും നമുക്ക് ഈ റൈസിന് ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1 ക്യാരറ്റ് കുറച്ച് നീളത്തിൽ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1 ക്യാപ്സിക്കും കൂടെ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്നിച്ച് തന്നെ ഇട്ടിട്ടാണ് നമ്മൾ വഴറ്റിയെടുക്കുന്നത് കേട്ടോ. ഓരോന്നോരോന്ന് സെപ്പറേറ്റ് വഴറ്റിയെടുക്കുന്നൊന്നുമില്ല. 1 ക്യാപ്സിക്കും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഗ്രീൻ പീസാണിത്. ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ് എൻ്റെ അടുത്തുള്ളത്. അതുകൊണ്ട് ഞാനിതാണ് ചേർക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഏതാണുള്ളത് അത് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്യാബേജ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ക്യാബേജ് ചേർത്ത് കൊടുക്കാം. അതുപോലെ നിങ്ങൾ മുട്ട ഇതിൻ്റെ കൂടെ കഴിക്കുന്നവരാണെങ്കിൽ മുട്ടയും ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് സ്ക്രാമ്പിൾ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കുക. വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കരുത്. മുളക്, മഞ്ഞൾ, മല്ലിയൊന്നും ചേർക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്.
വെജിറ്റബിളൊന്നും ഒരുപാട് വേവേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വഴന്നാൽ മാത്രം മതി. പിന്നെ നമ്മൾ ചോറ് ദം ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ വേവും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ സ്പ്രിംഗ് ഓണിയനാണ്, നമ്മുടെ ആ ഒരു ഗ്രീൻ പച്ച ഭാഗം അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ മല്ലിയിലയാണ് കേട്ടോ, മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുതിന ഇതിലേക്ക് നമ്മൾ ചേർക്കണില്ല, മല്ലിയില മാത്രമേ ചേർക്കണുള്ളൂ. അതൊക്കെ ഒരു കൈപ്പിടിക്കാണ് ഞാൻ ചേർത്തിട്ടുള്ളത്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിലേക്ക് ചില്ലി സോസ് അതുപോലെ ടൊമാറ്റോ സോസ് ഒന്നും ഒഴിക്കണില്ല കേട്ടോ, സോയാ സോസ് മാത്രമാണ് നമ്മൾ ഒഴിക്കുന്നത്. അതുപോലെ 1 ടേബിൾ സ്പൂൺ നമ്മുടെ ബിരിയാണി മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഫ്ലേവർ എന്തായിരിക്കും അയ്യേന്നൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷേ ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, നല്ല അമേസിങ് ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു റൈസിന്. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സമയത്ത് തന്നെ മറ്റേ അടുപ്പിൽ ഞാൻ ചോറും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ബസ്മതിയുടെ ലോങ് ഗ്രെയിൻ റൈസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് ഒരു 15-20 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതിന് ശേഷം നമ്മൾ വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ച് ഊറ്റിയെടുത്തിട്ടുള്ളതാണ്. വെള്ളത്തിൽ ഉപ്പും അതുപോലെ കുറച്ച് ചെറുനാരങ്ങ നീരും കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒരു 3/4 വേവാവുന്നേരെ വേവിച്ചിട്ട് എടുത്തിട്ടുള്ള ചോറാണ്, ഊറ്റി വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കിത് ദം ചെയ്യാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് കുറച്ച് ഒഴിച്ചിട്ട് ഫസ്റ്റ് ലെയർ നമ്മൾ ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യത്തെ ലെയർ തന്നെ നിങ്ങൾ കൊണ്ടുപോയിട്ട് മസാല ഇട്ട് കൊടുക്കരുത് കേട്ടോ, മസാല നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് ഓവർ കുക്കായി പോവും, അത് വേണ്ട. അപ്പോൾ ആദ്യം ചോറ് നിരത്തിയതിന് ശേഷം നമ്മൾ മസാലേൻ്റെ കുറച്ച് ഭാഗം അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്, അതുപോലെ കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബിരിയാണി ദം ചെയ്യുന്ന പോലെ നമ്മൾ ഇതൊന്നും ഇടരുത് കേട്ടോ, ഉള്ളി ഫ്രൈ ചെയ്തത് അതുപോലെ ഗരം മസാലയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ അടുത്ത ലെയർ ചോറ് വീണ്ടും ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 2-3 ലെയറായിട്ട് നിങ്ങൾ മസാലയും ചോറ് എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ലെയർ ചെയ്ത് കൊടുക്കാം. കുറച്ചാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു ലെയറിൽ തന്നെ നമുക്ക് തീർക്കാൻ പറ്റും. കൂടുതലുണ്ടെങ്കിൽ 2-3 ലെയറായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൽ നമ്മൾ യെല്ലോ കളറിന് വേണ്ടി ഒന്നും ചെയ്യരുത്. ഫ്രൈഡ് റൈസ് ചിക്കൻ ബിരിയാണി എന്ന് പറയുമ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ ആ ഒരു ഇതും വേണം, നമുക്ക് ബിരിയാണിയുടെ ആ ഒരു ഇതും വേണം, അതിന് വേണ്ടിയിട്ടാണ്. ഇതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയൻ അതുപോലെ നമ്മൾ മല്ലിയിലും കൂടെ ഇട്ടിട്ട് അടുത്ത ലെയർ ചോറും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മുഴുവനായിട്ട് ചോറും ഞാൻ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്തിരിയും ഇതിൻ്റെ കൂടെ തന്നെ ഫ്രൈ ചെയ്തിട്ടിടാം, കുറേത്ര ഇഷ്ടം പോലെ ചെയ്യാം. ഇത് അടച്ച് വെച്ചിട്ട് ഞാനൊരു 10 മിനിറ്റ് ചെറിയ തീയിലിട്ട് ദം ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാനിനി വിളമ്പി കാണിക്കുന്നത് കേട്ടോ. ഒരു 10 മിനിറ്റ് മാത്രം ചെറിയ തീയിലിട്ടിട്ട് നിങ്ങൾ വെക്കുക. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ചിക്കനും വെജിറ്റബിൾസും ഒക്കെ ചേർന്നിട്ടുള്ള നല്ലൊരു റൈസാണ്. ബിരിയാണിയുടെ സ്മെല്ലുണ്ട്, ഫ്രൈഡ് റൈസിൻ്റെ ആ ഒരു സ്മെല്ലും ടേസ്റ്റും അതുകൊണ്ട്. അപ്പോൾ രണ്ടിനും കൂടി ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫ്യൂഷൻ ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു റൈസിനുള്ളത്. ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ തൈര് കൂട്ടി കഴിക്കുക, അതുപോലെ കെച്ചപ്പ് വേണ്ടവർക്ക് അത് കൂട്ടി കഴിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ചമ്മന്തി എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാം, നല്ല സൂപ്പർ ടേസ്റ്റാണിത്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഞാനൊരു വലിയ പ്ലേറ്റിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഒന്നിച്ച് കഴിക്കുമ്പോൾ അങ്ങനെ വലിയ പ്ലേറ്റിൽ ഇട്ടിട്ട് തന്നെ ഒന്നിച്ചെടുക്കാനാണ് നമുക്ക് സുഖം. അതുകൊണ്ട് തന്നെ ഒന്നായിട്ട് ഒരു പരന്ന പ്ലേറ്റിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് പ്രത്യേകിച്ച് ഗാർണിഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയനും അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. നല്ല കളർഫുള്ളായിട്ടുള്ള നല്ലൊരു റൈസാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ എൻ്റെ മറ്റ് റെസിപ്പികളൊക്കെ കാണാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നല്ല അടിപൊളി റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.